ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആൻഡ് നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാനുള്ള മെയിൻ കാരണം രാത്രിക്കുള്ള കറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കാരണം ഇത് ഞാൻ എന്തോ ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസായിട്ട് ഞാനിത് കാണുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കണ വേറെ ഒന്നുമല്ല, മുട്ടച്ചോറാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ മിലുവിനെ എടുത്ത് കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ നമുക്കിനി എന്തായാലും റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ റെസിപ്പി എന്ന് പറയാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ തന്നെ ഉണ്ടാക്കണതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇതിൻ്റെ എന്തൊക്കെയാണ് സംഭവം എന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടാലും ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് വഴറ്റുക. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് തക്കാളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് പോലെ എടുക്കുക, ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും മസാലകളാണ് ഇതിന് വേണ്ടി ചേർത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ റെസിപ്പി ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കുന്നു. കാരണം ഞാൻ ഹോസ്റ്റലിലുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ട് കണ്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇത് വാട്ടി നല്ല രീതിയിലൊന്ന് ഗ്യാസിലൊക്കെ ഒന്ന് വാട്ടി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ ചിക്കൻ മസാല ഇടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇട്ടതാണ് ചിക്കൻ മസാല. എന്നിട്ട് അത് ജസ്റ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വഴറ്റിയിട്ടുള്ള മിക്സ് ജസ്റ്റ് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഇട്ട് കൊടുക്കുക, മുട്ട പൊട്ടിച്ചത്. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ള 3 മുട്ടയാണ്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കുക. പിന്നെ ഇത് തന്നെ ആക്കണമെന്നില്ല കേട്ടോ, നമുക്ക് വേറെ പാത്രത്തിൽ മുട്ട ചിക്കൻ അതും ചെയ്യാം. പക്ഷേ എന്തിനാ വെറുതെ 2 പണികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. പിന്നെ അതിലോട്ട് നമ്മൾ നോർമൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്യണ പോലെ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ ഈ പാത്രം നമ്മൾ നോൺ സ്റ്റിക്ക് ആണെന്നൊക്കെ പറഞ്ഞ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് ഭയങ്കര നല്ല രസമില്ല, നന്നായി ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആണെന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പം മുട്ടയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പകുതി ഭാഗവും ആ ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രം മേടിക്കാൻ ഓക്കെ ആണ്, എന്നാലും ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് അല്ല എന്തായാലും. അങ്ങനെ നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം ഈ മസാല മിക്സും കൂടി നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നൊക്കെ പാർട്ട് 2 കാണാം കേട്ടോ.